ഇന്ത്യൻ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് അതിന്റെ ഭരണഘടനയാണ്. അതിനു മുകളിൽ മറ്റൊരു രാഷ്ട്രസങ്കല്പവും ഇല്ല എന്ന നിലപാട് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ആ പരിപാടിയിൽ നിന്ന് പിന്മാറിയത്. ഏതായാലും രാജ്ഭവൻ ഈ RSSന്റെ മതരാഷ്ട്ര ചിഹ്നങ്ങൾ ഇത്തരത്തിൽ വയ്ക്കാൻ തീരുമാനിക്കുന്നത് ജനാധിപത്യപരമായ ഒരു ശരികേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി പിൻവാങ്ങുന്നു. പക്ഷേ ഗവർണർ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഭരണഘടനാപരമായ സംരക്ഷണമുള്ള ഇടമാണ് രാജ്ഭവൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ രാജ്ഭവന്റെ ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത്, ആണിക്കൽ എന്ന് പറയുന്നത് ഭരണഘടനയായിരിക്കണം. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഭരണഘടനയ്ക്ക് മുകളിൽ നമ്മുടെ ഭരണഘടനയിൽ ഇല്ലാത്ത മറ്റൊരു രാഷ്ട്ര സങ്കല്പം, മറ്റൊരു ഭാരതമാതാ സങ്കല്പം, അതൊന്നും നമ്മുടെ ഭരണഘടനയിൽ ഇല്ലാത്തതാണ്. അതിൻ്റെ RSS കൊണ്ടു നടക്കുന്ന ഒരു അടയാളം വച്ചുകൊണ്ട് ഔദ്യോഗിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അത് അനുവദിക്കില്ല എന്ന നിലപാട്. അങ്ങനെ നിങ്ങൾ തുടരുകയാണെങ്കിൽ അതിനോട് സഹകരിക്കാൻ ഈ സർക്കാർ ഉണ്ടാകില്ല, ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളും ഉണ്ടാകില്ല എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷീജ, ശക്തമായ നിലപാടാണ് അവിടെ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഭരണഘടനയ്ക്ക് മുകളിൽ വയ്ക്കുന്ന മറ്റൊരു രാഷ്ട്രസങ്കല്പങ്ങളെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഏറ്റവും ജനാധിപത്യ ബോധ്യമുള്ള നിലപാട്. ആ നിലപാട് ഉറച്ചു പറഞ്ഞുകൊണ്ട് ആ പരിപാടിയിൽ നിന്നും ഇറങ്ങി വരുന്ന മന്ത്രി. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൂടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആ പരിപാടിയിൽ തനിക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നത്. കാരണം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു, രാജ്ഭവൻ പോലുള്ള ഒരു ഇടം അത് RSSന്റെ പ്രചരണ കേന്ദ്രമായി മാറാൻ പാടില്ല എന്നുള്ള കാര്യം. കാരണം അത്തരത്തിലൊരു പദവിയാണ് അത്. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായിട്ടുള്ള രീതിയിൽ മാത്രമേ രാജ്ഭവൻ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി തന്റെ നിലപാട് തിരുത്താൻ തയ്യാറല്ല എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. അതേ തുടർന്നാണ് ഇന്നത്തെ ഈ പരിപാടിയിലും ഭാരതമാതാവിന്റെ ചിത്രം, അതും ഭാരതമാതാവിന്റെ ചിത്രം എന്ന് പറയുമ്പോൾ RSSന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാവിക്കൊടി എന്തിയ ഭാരതമാതാവിന്റെ ചിത്രമാണ് രാജ്ഭവനിലുള്ളത്. ആ ചിത്രത്തിൽ പുഷ്പാർച്ചനയും വിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് അവിടെ പരിപാടി ഇന്നും തുടങ്ങുന്നത്. അതിന്റെ ആ പരിപാടിയിലേക്കാണ് ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി എത്തിയത്. അതിനുള്ള പ്രതിഷേധം അത്തരത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹം കൃത്യമായ രീതിയിൽ തന്നെ പറയേണ്ട കാര്യങ്ങൾ കൂടി അവിടെ പറഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, എന്റെ രാജ്യം ഇന്ത്യയാണ്, അതുകൊണ്ട് തന്നെ ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത്. മറ്റൊരു രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇത് നമുക്കറിയാം, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണല്ലോ ആദ്യം ഇത്തരത്തിലൊരു നിലപാട് രാജ്ഭവൻ സ്വീകരിക്കുന്നത്. അന്ന് കൃഷിമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. സർക്കാർ ഇനി ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ RSSന്റെ ബിംബങ്ങൾ വയ്ക്കുകയാണെങ്കിൽ സഹകരിക്കില്ല എന്ന വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ മാറ്റാം എന്ന് രാജ്ഭവൻ തീരുമാനിച്ചുവെന്ന് ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളുടെ ലേഖനം ദേശീയ ദിനപത്രത്തിൽ വന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടും വീണ്ടും ഇവർ RSSന്റെ ബിംബങ്ങൾ ഉപയോഗിക്കുകയാണോ? അതായത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ഗവർണറുടെ ഓഫീസിന്റെ രാജ്ഭവന്റെ തീരുമാനം? തീർച്ചയായും മനു, ഏതായാലും ഗവർണർ തന്റെ നിലപാട് തിരുത്താൻ തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം. അത്തരത്തിലൊരു രീതിയിലുള്ളൊരു ഉറപ്പ് അത് ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്വീകരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്ഭവന്റേതായ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതൊരു ഭരണഘടന ചുമതല വഹിക്കേണ്ട വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു RSS എന്ന് പറയുന്ന സംഘടനയുടെ പ്രചാരകനായി മാറുന്ന രീതിയിൽ ഒരു ഗവർണർ പ്രവർത്തിക്കുന്നത് അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉടലെടുത്തത്.
അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിക്കുമ്പോൾ ആദ്യം തീരുമാനിച്ചിരുന്ന കാര്യപരിപാടിയിൽ പൊടുന്നനെ മാറ്റം വരുത്തുന്നു. തലേന്ന് രാത്രിയോടുകൂടി പൊടുന്നനെ മാറ്റം വരുത്തുന്നു. അതിനുശേഷം അവിടെ ഭാരതമാതാവിന്റെ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും വിളക്ക് കത്തിക്കുകയും വേണം ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നോടിയായി എന്നുള്ള കാര്യം നിഷ്കർഷിക്കുന്നു കാര്യപരിപാടിയിൽ. പക്ഷേ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അന്ന് തന്നെ കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. പക്ഷേ ആ രീതിയിൽ ഒഴിവാക്കാൻ സാധിക്കില്ല. രാജ്ഭവനിൽ വെച്ച് പരിപാടി നടത്തണമെങ്കിൽ അത് ആ രീതിയിൽ മാത്രമേ നടത്താൻ സാധിക്കൂ എന്നുള്ള നിലപാടായിരുന്നു അന്ന് ഗവർണർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ തന്നെ പ്രതിഷേധം അറിയിച്ച് പരിപാടി അവിടെ നിന്നും ഒഴിവാക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് നമുക്കറിയാം ഗോൾവാൾക്കറുടെയും ഹെഡ്ഗവാറിന്റെയും ചിത്രങ്ങൾ രാജ്ഭവനിൽ സ്ഥാനം പിടിച്ചത്. അതും വലിയ വിവാദമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത പരിപാടിയിൽ, അതും മന്ത്രി വി ശിവൻകുട്ടിയെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹം എത്തിയപ്പോഴാണ് അവിടെയും സമാനമായ രീതിയിൽ തന്നെ ഭാരതമാതാവിന്റെ ചിത്രം, അതും കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവിന്റെ ചിത്രം, അതിൽ പുഷ്പാർച്ചന നടത്തി വേണം ഈ പരിപാടി തുടങ്ങുവാൻ എന്നുള്ള കാര്യം അറിയിക്കുന്നത്. അതിന് സാധിക്കില്ല എന്നുള്ള കാര്യം മന്ത്രി ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി, ഇതിലുള്ള പ്രതിഷേധം എന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ആ പരിപാടി ബഹിഷ്കരിച്ച് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. മനു.